അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പാത്തസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് വളരെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്ന് കാണും. അപ്പോൾ അതുകൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി ഈ പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് പഴം വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം പഴം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി കൊടുത്ത് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി ഈ പഴവും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഇനി പഴവും മുട്ടയും നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ 6 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ബ്രെഡിൻ്റെ 4 സൈഡ് വശങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്നാക്സ് റെഡിയാക്കാം. ഒരു പീസ് ബ്രെഡ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് അതിലെ വെള്ളമൊക്കെ പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൽ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് ഉന്നക്കായുടെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡ് പീസും ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 6 പീസ് ബ്രെഡും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. ഒരു വശം നന്നായിട്ട് പൊരിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ വശവും നന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ എല്ലാ വശവും ഒരുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. ബ്രെഡും മുട്ടയും പഴമൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.